ഇത് നമ്മുടെ റാഹത്ത് വരുന്നത് പെരുമ്പാവൂർ കാവുങ്കപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ തൊട്ട് ബാങ്ക് ഓപ്പോസിറ്റിലാണ് നമ്മുടെ റാഹത്ത് വെക്കുന്നത്. നമ്മൾ ചില്ലലമാരെ കണ്ട ഈ പല ഐറ്റംസ് ആയ ഫ്രൈസ്, അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ചൈനീസ് ഐറ്റംസ് ഉണ്ടെങ്കിലും നമ്മൾ ഇവരെ ആരെ തേടിയിട്ടല്ല ഇവിടെ എത്തിയത്. ഈ റാഹത്തിൽ ഞാനും തമ്മിൽ 10 വർഷത്തെ പരിചയം ഉണ്ടെന്ന് പറയും. അതാ 10 വർഷത്തെ പരിചയം. 12 മണിക്ക് ഇറങ്ങാം. ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാനിവിടെ ജയ്പാട്ടി പഠിച്ച് പോകുന്നതാണ് ഇവിടെ. അപ്പൊ അന്ന് വന്നിട്ട് പിന്നെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ മാറുന്നുള്ള വേറൊന്നുമുണ്ടല്ല. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അൺലിമിറ്റഡ് ആയിട്ട് നെയ്ച്ചോറും ബീഫും കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയായിരുന്നു നമ്മുടെ റാഹത്ത്. ഇന്നും 10 വർഷം ശേഷം ഇന്നും അൺലിമിറ്റഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലും അതുപോലെ നല്ല ക്വാണ്ടിറ്റിയിലും നമുക്ക് തരുന്ന ഒരു ഷോപ്പ് തന്നെയാണ് റാഹത്ത്. അതേ ടേസ്റ്റ്. സംഭവം ഒരു ഭക്ഷണം കഴിച്ച ആസ്വാദനത്തിന്റെ പകുതി എത്തിയപ്പോഴാണ് സിറാജ് അവന്റെ ആശയങ്ങൾ തുടങ്ങിയത്. ശരിക്കും ഇതുപോലെ ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ഇതുപോലത്തെ ഒരു നെയ്ച്ചോറ് ഇറച്ചി കടയിട്ട് ഞാൻ വിജയിക്കുന്നതാണ് അവന്റെ ഒരു കണ്ടുപിടുത്തം. എനിക്കത് എല്ലാവർക്കും വിജയിക്കാനുള്ള മാർഗം മാത്രമാണ് ഇപ്പൊ അറിയുള്ളൂ. വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം ആരും ചിന്തിക്കാനുള്ളതാണ് സത്യം. ഒരു അൺലിമിറ്റഡ് കടയാണെങ്കിലും അവിടെ എത്രത്തോളം റൈസും കാര്യങ്ങളും അൺലിമിറ്റഡ് കൊടുക്കുമെങ്കിലും അവർ അതിനകത്ത് ക്വാണ്ടിറ്റിയിലോ ഐറ്റംസിലോ ഒരു കുറവും കാണിച്ചുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പരിപ്പ് ഒരുമിച്ച് വേണ്ടേന്നല്ല, വേണം. ഒരു രസത്തിന് വേണ്ടി വെച്ചാൽ ചമ്മന്തി പറഞ്ഞു സിറാജ് പണ്ട് 3 വട്ടക്കൊല്ലം ചോറ് വയ്ക്കണമാരുണ്ട്, 4 വട്ടമൊക്കെ. ലാസ്റ്റ് കാക്ക ഭ്രാന്തായിട്ട് കുറയോ കട വളർന്നത്. അപ്പം നമ്മളിപ്പോൾ 2ാം നിലയിൽ തന്നെ നിൽക്കണേ. എനിക്ക് മുത്ത ഈ കാലത്ത് ആരും ചെയ്യും. ഒത്തിരി പരിപ്പ് കൊണ്ട് വെച്ചോ, പിന്നെ സ്നേഹം നാട്ടെ ഒത്തിരി കൂടുതൽ വെച്ചോ പരിപ്പ്, കുഴപ്പമില്ല. പരിപ്പല്ല മെയിൻ. ഒത്തിരി വെച്ചോ. ഓക്കെയാണ്, പെർഫെക്റ്റ് ഉണ്ട്. അതിന് നല്ല ഉഷാറ് പെരുമ്പാവൂർ സ്റ്റൈല് നെയ്ച്ചോറും ബീഫും അതും അൺലിമിറ്റഡ് കഴിച്ചിട്ട് 2 പേർക്ക് 260 രൂപ വന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. വീണ്ടും സാധാരണക്കാരൻ്റെ കട നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സന്തോഷം.